ഈ കഥകളൊക്കെ മോഷ്ടിക്കുന്നവർ ഇനി സൂക്ഷിക്കണം. പണി പശുമ്പാലി കിട്ടും. സംവിധായകനും നിർമ്മാതാവുമായ മേജർ രവിക്ക് ഒന്നും രണ്ടുമല്ല 30 ലക്ഷമാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത്. മോഹൻലാൽ നായകനായ കർമ്മയോദ്ധ ആ ചിത്രത്തിന്റെ തിരക്കഥയുടെ പേരിലുള്ള നിയമ തർക്കത്തിലാണ് മേജർ രവിക്ക് തിരിച്ചടിയായത്. കർമ്മയോദ്ധ നമുക്കറിയാം നല്ല രീതിയിൽ വിജയിച്ച ഒരു മോഹൻലാൽ ചിത്രമാണ്. ആ ചിത്രത്തിന്റെ തിരക്കഥ പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായ റിജി മാത്യുവിൻ്റെതാണെന്ന് കോട്ടയം കൊമേഴ്ഷ്യൽ കോടതി വിധിച്ചു. പരാതിക്കാരന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പ് അവകാശവും നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. 13 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഈ വിധി വന്നിരിക്കുന്നത്. 2012 ചിത്രം പുറത്തിറങ്ങിയത്. തന്റെ കഥയും തിരക്കഥയും സംഭാഷണവും അനുമതിയില്ലാതെ ഉപയോഗിച്ച് സിനിമ നിർമ്മിച്ചതാണെന്ന റിജി മാത്യുവിന്റെ പരാതിയിലാണ് ജഡ്ജി മനീഷ് വിധി പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ റിലീസിന് 1 മാസം മുമ്പാണ് റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് റിജി മാത്യു കോടതിയെ സമീപിച്ചത്. എന്നാൽ 5 ലക്ഷം രൂപ കെട്ടിവെച്ച ശേഷം സിനിമ റിലീസ് ചെയ്യാൻ കോടതി അന്ന് അനുവദിച്ചിരുന്നു. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ സംബന്ധിച്ച് തർക്കമുണ്ടെന്ന് രേഖപ്പെടുത്തി സിനിമ റിലീസ് ചെയ്യാനായിരുന്നു കോടതി അന്ന് അനുവദിച്ചത്. എന്നാൽ തിരക്കഥാകൃത്തുക്കളുടെ സ്ഥാനത്ത് ഷാജി, സുമേഷ് എന്നിവരുടെ പേര് ചേർത്തായിരുന്നു സിനിമ റിലീസ് ചെയ്തത്. ഇത് ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് കാണിച്ച് 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് റിജി മാത്യു കോടതിയെ സമീപിച്ചത്. തിരക്കഥയും സംഭാഷണവും തന്റേതാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ മേജർ രവി 1-ാം പ്രതിയായിരുന്നു. നിർമ്മാതാവ് ഹനീഫ് മുഹമ്മദ്, ഷാജി SV, സുമേഷ്, റോബിൻ എന്നിവരും പ്രതികളായിരുന്നു. കഥ തന്റേതാണെന്ന് മേജർ രവി വാദിച്ചു. സിനിമാ രചയിതാക്കളായ മറ്റു പലരോടും ചർച്ച ചെയ്ത കൂട്ടത്തിൽ റിജി മാത്യുവിനോടും കഥ പറഞ്ഞുവെന്നായിരുന്നു മേജർ രവിയുടെ വാദം. പക്ഷെ മേജർ രവിയുടെ വാദം അംഗീകരിക്കാൻ തെളിവുകളില്ലായിരുന്നു. ഇതുപോലെ പലരുടെ പേരിലും ഒട്ടനവധി കേസുകൾ സംസ്ഥാനത്തെ പല കോടതികളിലും നിലവിലുണ്ട്. ഇതെല്ലാം ഇനി ഇതുപോലെ വിധിയായി വരുമ്പോൾ ഓട്ടം മുഴുക്കില്ല.